നാളെ 30 ദിവസം തികയാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പൊരിവെയിലത്ത് നടത്തുന്ന സമരം. നീതിക്ക് വേണ്ടിയുള്ള സമരത്തോട് അതേസമയം സർക്കാരും എല്ലാ സംവിധാനങ്ങളും മുഖം തിരിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ ഇന്ന് ഈ വിഷയം പാർലമെന്റിൽ കോൺഗ്രസ് ഉന്നയിച്ചു. കെ.സി. വേണുഗോപാലും ശശി തരൂരും വി.കെ. ശ്രീകണ്ഠൻ എം.പിയും ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു. വി.കെ. ശ്രീകണ്ഠൻ എം.പി ഉൾപ്പെടെ സമരസമിതി നേതാവ് യസ്മിനയും ഒപ്പം CITU നേതാവ് ഹർഷകുമാറും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ വി.കെ. ശ്രീകണ്ഠൻ എം.പി, അങ്ങ് ഇന്ന് പാർലമെന്റിൽ മലയാളത്തിലാണ് ഈ വിഷയം ഉന്നയിച്ചത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയാമല്ലോ, ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ 30 നാൾ നാളെ പിന്നിടുന്ന സമയമാണ്. അപ്പോൾ പരസ്പരം പഴിചാരുകയാണ്. കണക്കുകളുടെ കാര്യത്തിലും ഇല്ലാത്ത കണക്ക് പെരുപ്പിച്ച് കാട്ടിയുമൊക്കെ ഈ പാവങ്ങളോടുള്ള വഞ്ചനാ സമീപനം തുടരുന്ന വിഷയം എങ്ങനെയാണ് അങ്ങിന്ന് സഭയിൽ അങ്ങ് ഉൾപ്പെടെയുള്ളവർ അഡ്രസ്സ് ചെയ്തത് ശ്രീ വി.കെ. ശ്രീകണ്ഠൻ എം.പി? ഇന്ന് കേരളത്തിലെ ഒരു മാസക്കാലമായി നീണ്ടു നിൽക്കുന്ന ആശാ വർക്കർമാരുടെ സമരം വിവിധ മെമ്പർമാർ പാർലമെൻറ്റിൽ ഉന്നയിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവന്നു. നമുക്കറിയാം, ഒരു മാസക്കാലമായിട്ട് അവർ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. ആ സമരക്കാരോട് ഒരു പ്രാവശ്യം പോലും ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവരോട് കാണിക്കുന്ന രാഷ്ട്രീയ വിവേചനം ഒരിക്കലും കേരളത്തിലെ ഒരു ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഭരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ സമരക്കാരെ അവഹേളിക്കുകയും അപമാനിക്കുകയും മാത്രമല്ല, സമരം ചെയ്യാനുള്ള അവകാശത്തെ വരെ പോലീസിന് വിട്ട് ബലപ്രയോഗം നടത്തി പൊതുസമൂഹത്തിന് നാണക്കേട് വരെ ഉണ്ടാക്കിയിരിക്കുക. ആശാ വർക്കർമാർ ആയിരക്കണക്കിന് പേര് 3 മാസത്തെ അവരുടെ അലവൻസ് ലഭിക്കാത്ത പ്രശ്നമാണ് ഈ സമരത്തിന് ആധികാരികമായി തുടക്കമുണ്ടായത്. എന്നാൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നാമമാത്രമായ വേതനമാണ്, വെറും 7000 രൂപയാണ് അവർക്ക് ലഭിക്കുന്നത്. ഒരു ദിവസം 232 രൂപ. ജീവിത ചെലവ് വളരെയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവരുടെ വേതനം 21,000 രൂപയാക്കണമെന്ന് ന്യായമായ ഒരാവശ്യം ഉന്നയിച്ചത്. മാത്രമല്ല, ഈ ആശാ വർക്കർമാരെ എപ്പോൾ വേണമെങ്കിൽ പിരിച്ചുവിടാം, അവർക്ക് ഒരു ജോലി സ്ഥിരതയുമില്ല. അതുകൊണ്ട് അവരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തണം. മാത്രമല്ല, അവർ വിരമിക്കുന്ന സമയത്ത് ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല. അപ്പോൾ മിനിമം 5 ലക്ഷം രൂപ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായിട്ട് നൽകണം എന്നുള്ള വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. അത് കേരളത്തിലെ മുഴുവൻ ആശാ വർക്കർമാർക്കും വേണ്ടി രാഷ്ട്രീയ ഭേദമില്ലാതെ അവരാവശ്യപ്പെട്ട് നടത്തുന്ന സമരമാണ്. ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ, അങ്ങ് തുടരണം. കാരണം അങ്ങേ പെട്ടെന്ന് തന്നെ പാർലമെന്റിലേക്ക് പോകേണ്ട സമയമാണെന്ന് അറിയാം. എങ്കിൽ കൂടിയും ഈ സിക്കിം കണക്കുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ഉയർത്തിവിടുന്ന അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലെ വസ്തു എത്രത്തോളം എന്നുകൂടി പരിശോധിക്കണം. പ്രശാന്ത് കൃഷ്ണ ചെയ്തുകൊണ്ട്. പ്രശാന്ത്, ഈ പുറത്തേക്ക് വരുന്ന ചില ഡേറ്റാസ് ഉണ്ടല്ലോ, ആ ഡേറ്റാസ് പ്രകാരം ആരോഗ്യമന്ത്രി ഇപ്പോൾ അടിയുറച്ച് പറയുകയാണല്ലോ, ഡേറ്റ പ്രകാരമാണ് ഞാൻ സംസാരിച്ചത്, അവിടെ 6000 ഓണറേറിയം. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കണക്കുകൾ 10,000 എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ അതിന്റെ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തുന്ന തരത്തിൽ സിക്കിമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് എന്താണ്? അതുകൂടി. കേരളത്തിലെ ആശമാരുടെ ശമ്പളമാണ് ഏറ്റവും കൂടുതൽ, മറ്റൊരു സംസ്ഥാനത്തിലും ഇതിൽ കൂടുതലില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇക്കാര്യത്തിൽ സർക്കാർ, ആരോഗ്യമന്ത്രി എല്ലാം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 2018 സിക്കിം സർക്കാർ പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം 6000 രൂപയായിരുന്നു. പക്ഷേ 2022 ഒക്ടോബർ മാസം 1 മുതൽ സിക്കിമിലെ ആശാ വർക്കർമാരുടെ അവരുടെ ഓണറേറിയം അത് 6000 രൂപയിൽ നിന്ന് 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം പരിശോധിക്കുമ്പോൾ, അത് സിക്കിമിലെ വിവിധ വാർത്താ ഏജൻസികൾ, വാർത്താ മാധ്യമങ്ങളുടെ, സോഷ്യൽ മീഡിയകളുടെ, അതുപോലെ തന്നെ സിക്കിം അംഗൻവാടി അസോസിയേഷൻ്റെ എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ, അവിടുത്തെ ഭരണകക്ഷിയുടെ യൂത്ത് വിങ്ങിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പരിശോധിക്കുമ്പോഴെല്ലാം തന്നെ ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം 6000 രൂപയിൽ നിന്ന് 10,000 രൂപയെ വർദ്ധിപ്പിച്ചതിൻ്റെ നോട്ടിഫിക്കേഷൻ അടക്കമുള്ള രേഖ അടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിക്കെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെല്ലാം അവരുടെ നന്ദി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആശാ വർക്കർമാർ, അവിടുത്തെ സിക്കിമിലെ ആശാ വർക്കർമാർ അവരുടെ ഓണറേറിയം 6000 രൂപയിൽ നിന്ന് 10,000 രൂപയാക്കിയതിൻ്റെ രേഖകളെല്ലാം തന്നെ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞത്, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ നൽകിയ വിവരങ്ങൾ പ്രകാരം കേരളത്തിലാണ് 7,000 രൂപ, സിക്കിമിൽ 6,000 രൂപയേ ഉള്ളൂ എന്ന വിശദീകരണമാണ് നിയമസഭയ്ക്കകത്ത് നൽകിയത്. ഇന്ന് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒരു അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്
അടുത്ത ദിവസം മന്ത്രി ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടി വരും. എന്തായാലും ഇത്തരത്തിൽ ഒരു സിക്കിമിലെ ആശാവർക്കർമാരുടെ മന്ത്ലി ഓണറേറിയം എന്നത് അത് 6,000 രൂപയല്ല 10,000 രൂപയാണെന്നതാണ് അവിടുത്തെ. ശരി, അതാണ് പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഉത്തരവ് പ്രകാരം ലഭ്യമാകുന്ന ഉത്തരവിന്റെ ഔദ്യോഗികമുള്ള രേഖയാണ് ഒരു പക്ഷേ നമുക്ക് അതിൽ സമർത്ഥിക്കാൻ കഴിയുന്നത്. ശ്രീ വി കെ ശ്രീകണ്ഠൻ MP 1/10/2022 ഈ 10,000 വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അവിടുത്തെ ഓർഡർ പബ്ലിക് ഡൊമൈനിൽ നിന്നും ലഭ്യമാണ്, സർക്കാരിന്റെ രേഖകളിൽ നിന്നും ലഭ്യമാണ് എന്നിരിക്കെ പിടിച്ച പിടിയാലെ ആരോഗ്യമന്ത്രി ഈ 6,000 കണക്കിൽ നിൽക്കുകയാണെങ്കിൽ വസ്തുതകൾ അപ്പാടെ മറച്ചു വയ്ക്കുകയാണോ? ശരിയാണ്. സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പ് മന്ത്രിയും ജനങ്ങളെ പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു സ്റ്റേറ്റിലോ മറ്റ് സ്റ്റേറ്റുകളിലോ കമ്പയർ ചെയ്യാതെ കേരളത്തിലെ ആശാ വർക്കർമാരുടെ ന്യായമായ സമരമാണോ? കോവിഡ് കാലത്ത് ഏറ്റവും വലിയ പോരാളികളായി കോവിഡ് ബാധിച്ചവരെ ശുശ്രൂഷിക്കാനും അവർക്ക് എല്ലാ സൗകര്യങ്ങളും എത്തിക്കാനും വേണ്ടി രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ചവരാണ് ആശാ വർക്കർമാർ. ആയിരക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനം സ്വന്തം ജീവൻ പണയം വെച്ച് ചെയ്തവരാണ്. മാത്രമല്ല ഗർഭിണികളും അമ്മമാരും കുട്ടികളുടെയും ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നവരാണ്. രാഷ്ട്രീയ വ്യത്യാസം ഒന്നുമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, പ്രദേശ വ്യത്യാസമില്ലാതെ ഗ്രാമാന്തരങ്ങളിൽ നടന്നുപോയി പ്രവർത്തിക്കുന്നവരാണ് ആശാ വർക്കർമാർ. അവരോട് മാന്യമായൊരു സമീപനം സർക്കാർ സ്വീകരിക്കണ്ടേ? തൊഴിലാളി വർഗ പാർട്ടിയാണ് അധികാരത്തിൽ. ഇപ്പോൾ നമ്മോടൊപ്പമുള്ള ഹർഷകുമാർ CITUവിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ നേതാവ് ഉൾപ്പെടെ എന്താണ് വിളിച്ചത്? കീടങ്ങളെന്ന് വിളിക്കുകയാണ്. അത് വ്യക്തിപരമായി സമരം നടത്തുന്ന മിനി നമ്മോടൊപ്പം ഈ ഫ്ലോറിൽ ഉണ്ട്. അവരെയൊക്കെ ആ രീതിയിൽ കൊടുത്തില്ലെങ്കിൽ കൂടിയും ഇങ്ങനെ അവഹേളിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അപ്പോൾ ഇത് കുറച്ചു പേരിങ്ങനെ വന്ന് സമരം നടത്തി 30 ദിവസമൊക്കെ ആകുമ്പോൾ കൊഴിഞ്ഞങ്ങ് പൊയ്ക്കോളും, പിന്നെ ഇതങ്ങ് കെട്ടടങ്ങിക്കോളും എന്നാണോ ഈ സർക്കാരിന്റെ സമീപനമെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വിളിപ്പേരുള്ള ഈ സ്റ്റേറ്റിന്റെ പ്രയോറിറ്റി എന്താണ് ശ്രീകണ്ഠൻ MP? അതായത് ഇവരുടെ സമീപനമാണ് തെറ്റ്. കാരണം ജീവിത ചെലവ് എത്രമാത്രം വർദ്ധിച്ചു. എങ്ങനെയാണ് 232 രൂപയും കൊണ്ടൊരു കുടുംബം, ഒരു ആശാ വർക്കറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുടുംബം എങ്ങനെ ജീവിക്കുമെന്നുള്ള മറുപടി സർക്കാർ പറയണം. തൊഴിലാളി നമുക്കറിയാം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും ഇതിൻ്റെ 3 ഇരട്ടി സംഖ്യയാണ് ദിനം പ്രതി വേതനമായിട്ട് നൽകുന്നത്. അതിനേക്കാൾ ഒരുപാട് ജീവൻ പണയം വെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവരും വാഴ്ത്തുപാട്ട് പാടിയവരാണ് ആശാ വർക്കർമാർ. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും, മാരക രോഗം വരുമ്പോഴും, നിപ്പ വൈറസ് വരുമ്പോഴും, അങ്ങനെ കോവിഡ് വന്നപ്പോഴും എല്ലാം വിശ്രമമില്ലാതെ പ്രവർത്തിച്ച് ഒരുപാട് പേർക്ക് അസുഖബാധിതരായവരാണ് ആശാ വർക്കർമാർ. അപ്പോൾ അവർ ചെയ്യുന്ന സേവനത്തിന് നൽകുന്ന ഒരു വേതനമായിട്ടാണ് ഇത് കണക്കാക്കേണ്ടത്. അപ്പോൾ 7,000 രൂപയിൽ നിന്ന് 21,000 രൂപ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, അവർക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, അതുപോലെ തന്നെയാണ് അവർക്ക് ഇപ്പം നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സ്ഥിരം ജോലിയായിട്ട് ഇത് കണക്കാക്കണമെന്ന് പറയുമ്പോൾ എന്താണ് അതിൽ തെറ്റുള്ളത്? മാനുഷിക നീതിയല്ലേ അവരാവശ്യപ്പെടുന്നത്? ഒരു ധർമ്മസമരത്തിനോട് ഒരു ഗവൺമെൻറ് കാണിക്കേണ്ട ന്യായം ഇതാണോ? മറ്റ് സംസ്ഥാനങ്ങളിലെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ കേരളത്തിനെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ കേരളത്തിനെ കണക്കാക്കേണ്ടത്? അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണ് സമരം ചെയ്യുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുക, അവരുടെ ആവശ്യങ്ങളെ തൃണവൽക്കരിക്കുക. ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ ഭൂഷണമല്ലാത്ത കാര്യമാണ് ആരോഗ്യമന്ത്രി അവിടെ വൃഥാവിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ ആശാ വർക്കർമാർക്ക് പല യൂണിയനുണ്ട്, INTUC ഉണ്ട്, CIT ഉണ്ട്, മറ്റു പലതുണ്ട്. പക്ഷേ യൂണിയനും പാർട്ടിയും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ആനുകൂല്യം വർദ്ധിപ്പിക്കണം. ഞങ്ങൾ ഇപ്പോഴല്ല, കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാലറിയാം. കേരളത്തിലെ MP-മാർ, പ്രത്യേകിച്ച് UDF MP-മാർ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് അവരെ സ്ഥിരപ്പെടുത്തണം, അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം, റിട്ടയർമെൻറ്റ് ആനുകൂല്യം കൊടുക്കണം എന്നുള്ളത് പുതിയൊരു ആവശ്യമല്ല. കാലപ്പഴക്കമുള്ള താല്പര്യം എന്ന നിലയിൽ കേരളത്തിലെ ഒരു ആത്യന്തികമായ പ്രശ്നം എന്ന നിലയിലാണ് അങ്ങ് ഈ സഭയിൽ ഇത് അറ്റൻഷന് വേണ്ടി മലയാളത്തിൽ അങ്ങ് ഇത് പറയുകയും ചെയ്തപ്പോൾ ഇനി സമീപനം ഇതാണെങ്കിൽ 34 സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും ഒരു തിരിഞ്ഞുനോക്കൽ സമീപനം ഉണ്ടാകുന്നില്ല. എങ്ങനെ ഇതിനെ വരുന്ന ആളുകളിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിലടക്കം ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ, ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലടക്കം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനാണ് പോകുന്നത്?
ഞങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക മാത്രമല്ല, ഈ കാര്യത്തിന് വേണ്ടി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ UDF എംപിമാർ ഒന്നടങ്കം നാളെ ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുകയാണ്. കേന്ദ്രം ഇതിൽ ഇടപെടേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല, ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാരെ നിയമിച്ചത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും ഇവരോട് ഈ സമരത്തോട് നീതി പുലർത്തണം എന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. ശക്തമായി തന്നെ ആശാവർക്കർമാർക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ VK ശ്രീകണ്ഠൻ MP. തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നമ്മുടെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയതിന്. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ശ്രീ ഹർഷകുമാർ, CITU നേതാവ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഹർഷകുമാർ, ഇപ്പോൾ നോക്കൂ, ഹർഷകുമാറിലേക്ക് എത്താം. അഡ്വക്കേറ്റ് മിനി കണ്ടുവല്ലോ, ഇപ്പോൾ നമ്മോട് പ്രതികരണം നടത്തിയ VK ശ്രീകണ്ഠൻ MP ആണ്. അദ്ദേഹമാണ് ഉൾപ്പെടെയുള്ളവരാണ് പാർലമെന്റിൽ ഈ വിഷയം ഇന്ന് അഡ്രസ് ചെയ്തത്. അവിടെ പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാന സർക്കാരിന്റെ മാത്രം വിഷയമല്ലത്, കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ് കണക്കിന്റെ കാര്യത്തിൽ. കണക്കിന്റെ കാര്യം പൊള്ളയാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ സിക്കിമിൽ നിന്നുള്ള ഡേറ്റാസ് കൂടി പുറത്തേക്ക് വരികയാണ്. നാളെ 30-ാം നാൾ എത്തുമ്പോൾ ഈ സമരത്തിന്റെ തീക്ഷ്ണത കുറയുന്നുണ്ടോ? അവരൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ സമരത്തിൽ നിന്നൊക്കെ അങ്ങ് പിന്മാറിക്കോളുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. മിനി, അതൊക്കെ അവരുടെ മിഥ്യാധാരണയാണ്. ഇന്ന് 29-ാം ദിവസവും ഞങ്ങൾ വളരെ ഊർജ്ജസ്വലമായി ഇവിടെ സമരമുഖത്ത് തന്നെയുണ്ട്. ഞങ്ങളെ അധിക്ഷേപിച്ചവർക്കും ആക്ഷേപിച്ചവർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഞങ്ങളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീകണ്ഠൻ, ബഹുമാന്യനായ നമ്മുടെ MP, അദ്ദേഹം നമ്മുടെ സമരപ്പന്തലിൽ, അദ്ദേഹം അടക്കമുള്ള ധാരാളം MPമാർ നമ്മുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചിരുന്നു. ഈ പാർലമെൻറ്റിൻ്റെ വേളയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമെന്ന് നൽകിയ ഉറപ്പ് ഇവിടെ പാലിക്കാനുണ്ടായത്. തീർച്ചയായും കേരളത്തിൽ ഉന്നയിച്ച ആശാവർക്കർമാർ ഉന്നയിച്ച വിഷയം ഇന്ന് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സംസ്ഥാനങ്ങളുടെ വിഷയമായി മാറിയിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും ആശാവർക്കർമാരുടെയും അതുപോലെ സ്കീം വർക്കേഴ്സിൻ്റെയും വേതനത്തിലുള്ള ഈ വലിയ കുറവ്, വളരെ തുച്ഛമായ വേതനം, അത് പരിഹരിക്കേണ്ടതാണെന്നുള്ള ബോധം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുന്നു. അവിടെയൊക്കെ പ്രക്ഷോഭങ്ങൾക്ക് അവിടെ തുടക്കം കുറിക്കുന്നു. അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്കതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. മറുവശത്തൊരു കാര്യമുണ്ട്, നമ്മളെ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും നടത്തിയ പരിശ്രമങ്ങൾ, അതിന് പൊതുസമൂഹം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട ഹർഷകുമാറിനോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ എത്ര അധിക്ഷേപിച്ചാലും തളർന്നു പോകുന്ന ആളുകളല്ലിത്. നിങ്ങൾക്ക് ആശാവർക്കർമാരെ അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ ഈ ആശാവർക്കർമാരെയോ അവരുടെ സംഘടനയോ നേതാക്കളെയോ നിങ്ങളിങ്ങനെ അപഹസിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും അതിനകത്ത് കുറ്റബോധമില്ലാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പൊതുസമൂഹം ചില ഈ കണക്കുകളാണല്ലോ വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ഡേറ്റാസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഗവൺമെന്റ് ഓഫ് സിക്കിം ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കുന്ന ഡേറ്റ് 1/10/2022. ആ 22 അന്ന് പറഞ്ഞ മഹാമേന്മയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെയാണ് അങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ അവിടുത്തെ ഡേറ്റയാണ് ആസ്പദമാക്കിയത്. ആ ഡേറ്റ പറയുന്നത് പക്ഷേ അതല്ല. 10,000 എന്ന ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, ഒഫീഷ്യൽ ഹാൻഡിലുകൾ, അവിടെ നിന്ന് ലഭ്യമായ കണക്കാണ് ഈ 10,000 അവിടെ വർദ്ധിപ്പിച്ചു എന്നത്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാളാണോ ഈ ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന വ്യക്തി? അതോ നിങ്ങളെ അടപടലം അങ്ങ് അവഗണിക്കുക എന്ന നിലയിൽ എന്ത് കള്ളക്കണക്കുകളും അവതരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ മിനി? തീർച്ചയായിട്ടും കഴിഞ്ഞ ജനുവരി മാസം NHM ഡയറക്ടറും അതുപോലെ മന്ത്രിയും വിളിച്ചു ചേർത്ത 2 മീറ്റിങ്ങുകളിലും ഞങ്ങൾ ഈ സിക്കിമിൻ്റെ കണക്കടക്കം ഞങ്ങൾ അവതരിപ്പിച്ചതാണ്, അത് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ എപ്പോൾ കാണിച്ചാലും ഇതൊക്കെ അവഗണിച്ച് കളയുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രം. അത് ഇപ്പം പശ്ചിമ ബംഗാളിൽ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി നൽകുന്നു. ആ രേഖ കാണിക്കുമ്പോഴും നമ്മൾ രേഖകൾ കാണിച്ച് സംസാരിച്ചിട്ട് രേഖ അവോയ്ഡ് ചെയ്യും, മറ്റെന്തെങ്കിലും കാര്യം പറയും. ഇവിടെ മന്ത്രി നിയമസഭയിൽ എത്ര തവണയാണ് കള്ളം പറയുന്നത്? ശരി, ഒരിക്കലൊരു അബദ്ധം പറ്റി, അത് തിരുത്തിക്കൂടെ? അത് NHM ഡയറക്ടർ കൊടുത്തൊരു കത്താണെന്ന് പറയുന്നു. ഇതേ സോഴ്സിൽ നിന്നല്ലേ നമുക്കും മാധ്യമപ്രവർത്തകർക്കൊക്കെ ഈ രേഖകൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രേഖ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ പരിശോധിച്ച ശേഷം ശരിയാണെങ്കിൽ അയ്യോ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്നതിന് എന്താണ് കുഴപ്പം? അങ്ങനെ പറയുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ മേന്മയുള്ള ആളുകളായിട്ട് മാറുന്നത്. ഒരു കുഴപ്പം പറ്റിയാൽ, ഒരു അബദ്ധം പറ്റിയാൽ തിരുത്താൻ തയ്യാറാണ്. ഇവിടെ വീണ്ടും അതിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് സമരക്കാരെ പഴി പറയുക, ആക്ഷേപിക്കുക, പുലഭ്യം പറയുക, പരിഹസിക്കുക, അതിനൊക്കെ കൂട്ടുനിൽക്കുക. ഇത് ഒട്ടും തന്നെ നമുക്കിത് അംഗീകരിക്കാവുന്നൊരു വിഷയമല്ല.
ശ്രീ ഹർഷകുമാർ കേട്ടുവല്ലോ എം പിയും പറഞ്ഞുവല്ലോ. എം പി വി കെ ശ്രീകണ്ഠൻ അടക്കം ഇന്ന് പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചു. കാരണം അത് സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, അവർ കേന്ദ്രത്തെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. നമുക്കൊരു ഒരു ഭാഗം മാത്രം അങ്ങനെ സ്റ്റാൻഡ് എടുക്കേണ്ട വിഷയവുമല്ലത്. കേന്ദ്രത്തിന്റെ ശ്രദ്ധ വേണം. ആ നിലയ്ക്ക് ഇതിനെ അഡ്രസ് ചെയ്യാൻ കോൺഗ്രസ് എം പി വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെ പാർലമെന്റിൽ ഇന്ന് ശ്രമം നടത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്? 30 ദിവസം പിന്നിടുകയാണ്. നാളെ അവഹേളനമല്ലാതെ, കുത്തുവാക്കമല്ലാതെ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് പോലും ഹർഷകുമാർ ഈ ജനവിഭാഗത്തോട് ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? നമസ്കാരം. ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് സമയം എൻ്റെ ഫോൺ റേഞ്ച് ഇല്ലാതെ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അതില് വളരെ അതിശയകരമായി തോന്നിയത് UDFന്റെ എം പിയുടെ ഈ ആശാപ്രവർത്തകരോടുള്ള വേദനയും വിഷമവും എന്നെ അതിശയപ്പെടുത്തി. കാരണം ഈ സ്കീം തുടങ്ങുന്നത് UPA ഗവൺമെന്റ് കാലത്താണ്. അവരതിനകത്തില് ആ സ്കീമിൽ അന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്നവരെ പറ്റി വോളണ്ടിയർ എന്നാണ് അവർ രേഖപ്പെടുത്തിയത്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പരിശോധിച്ചാൽ വളണ്ടിയർക്ക് എവിടെയാണ് ശമ്പളം കൊടുക്കാൻ കഴിയുക? ഈ വളണ്ടിയർ എന്ന് ഉള്ളതിന് പകരം അവരെ തൊഴിലാളി, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇതുവരെ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചത് തന്നെയല്ല. 2013 വരെ 14 തുടക്കം വരെ കേരളത്തിൽ ഭരിച്ചിരുന്നത് UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് കേന്ദ്രത്തിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് UPAയുടെ ഗവൺമെന്റ് ആയിരുന്നു. കേരളത്തിൽ ഇവരുടെ ഇൻസെന്റീവ് അത് 700 രൂപയിൽ നിന്ന് ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന സമരം. ആ സമരം ഏതാണ്ട് ആഴ്ചകളോളം നീണ്ടുനിന്ന സമരം. അന്ന് CITU നേതൃത്വത്തിലായി സമരം നടന്നത്. എന്നിട്ട് അത് 5000 രൂപ വരെ ആക്കാവുന്ന വാക്ക് പറഞ്ഞിട്ട് പോയ ആളാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. ശ്രീ ഹർഷകുമാർ, ശരിയായിരിക്കാം. പക്ഷേ അന്ന് പറഞ്ഞ, നിങ്ങൾ ഈ പറഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ആ രീതിയിലാണ് മാനദണ്ഡങ്ങൾ, ആ രീതിയിലാണ് ഇവരെ ഇപ്പോൾ നിങ്ങൾ ഈ ഫീൽഡിൽ യൂസ് ചെയ്യുന്നത്? ആ സമയക്രമം അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു വോളണ്ടിയർ എന്ന നിലയിലാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളടക്കം ഈ സർക്കാരുകൾ ഈ വിഭാഗത്തെ ഉപയോഗിക്കുന്നത്, ഈ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? അപ്പോൾ അല്ല ഞാൻ ചോദിക്കട്ടെ. പറഞ്ഞോളൂ. ഫെബ്രുവരി മാസത്തിൽ CITU നേതൃത്വത്തിൽ ആശാപ്രവർത്തകരുടെ 2 ദിവസം നീണ്ട സമരം തിരുവനന്തപുരത്ത് നടന്നു. സെക്രട്ടറി NHM ഓഫീസിന് മുമ്പിൽ അന്ന് നടത്തിയ ചർച്ചയിൽ ഒരു ധാരണയുണ്ടായി. ആ ധാരണ അടിസ്ഥാനത്തിൽ ശൈലി ആപ്പിന്റെ പ്രവർത്തനത്തിന് പ്രത്യേകമായി ഒരു ശൈലി ആപ്പ് മാത്രമല്ലല്ലോ, ആ ശൈലി ആപ്പാണ് നിങ്ങൾ പറയുന്ന ചർച്ചയിലെ കണ്ട മേന്മ. അത് മാത്രം നിങ്ങൾ തിരുത്തി കൊടുത്തിരിക്കാം. അതിനപ്പുറത്തേക്ക് ഇവിടെ 232 കൊണ്ട് എങ്ങനെ ജീവിക്കും സാർ? അങ്ങ് ചിന്തിച്ചോളൂ. യാത്രയ്ക്ക് പോലും തികയുമോ 232 രൂപ ഈ പാവങ്ങൾക്ക്? അല്ലിത് കേൾക്കണം. 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അത് ആ 1000 വർദ്ധിപ്പിച്ചു. തീരുമാനിക്കാൻ ആർക്ക് പ്രയാസമില്ല. പിന്നെ എന്തിനായിരുന്നു ആരെ പറ്റിക്കാനായിരുന്നു ആ പ്രകടന പത്രികയിൽ അവർക്കൊക്കെ എന്ത് നൽകുമെന്നായിരുന്നു വാഗ്ദാനം ഉണ്ടായിരുന്നത്? ഈ വോളണ്ടിയർ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് UPA സർക്കാർ ഇറക്കിയതെങ്കിൽ നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഇത്ര മേന്മയോടുകൂടി ഒരു പ്രഖ്യാപനം നടത്തി എന്തേ? ഞങ്ങൾ പറഞ്ഞതിനകത്ത് ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെയാണ്. കാരണം 1000 എന്നുള്ളത് 7000 വരെ ആക്കി കൊടുത്തത് പിണറായി വിജയന്റെ 1ാം ഗവൺമെന്റിന്റെ കാലത്താണ്. ഇന്ത്യയിലെ വിവിധ, ഇപ്പൊ തന്നെ സിക്കിമിന്റെ കാര്യം പറഞ്ഞല്ലോ. സിക്കിമിന്റെ കാര്യം പറഞ്ഞ് ഈ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ MP അല്ലേ, അദ്ദേഹത്തിന് അവിടുത്തെ ഡേറ്റ അദ്ദേഹത്തിന് എടുക്കാമല്ലോ. അല്ലെങ്കിൽ അവിടുത്തെ ഡേറ്റ ആണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ ഈ പുറത്തേക്ക് വരുന്ന എല്ലാം അങ്ങനെ ഫേക്ക് ഡേറ്റ ആണെന്ന് പറയണം. സിക്കിം ഗവൺമെന്റിന്റെ 1/10/2022 ഈ പറയുന്ന ഉത്തരവാണ്. ആ ഉത്തരവിൽ പറയുന്നു 10,000 ആക്കി കൊടുത്തിരിക്കുന്നു. 1/10/2018 ഉത്തരവ് പ്രകാരം, അല്ലെങ്കിൽ അത് കൈ വെച്ചായിരിക്കാം ഒരു പക്ഷേ ഈ 6000ന്റെ കണക്ക് പറയുന്നത്. ഈ മന്ത്രിക്ക് എല്ലാവിധ സംവിധാനങ്ങളും പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉപദേശക വൃന്ദമല്ലാതെ എല്ലാ ഡേറ്റാസും എടുത്തു കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഈ സർക്കാരിനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ കാണുന്നില്ല ഈ ഉത്തരവ്? അതോ കണ്ണടച്ചങ്ങ് പൊട്ടന്മാരാക്കുകയാണോ? എന്തായാലും ഒരു മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണെങ്കിൽ അവകാശ ലംഘന പ്രമേയം ഉണ്ടല്ലോ. ആ അവകാശ ലംഘന പ്രമേയത്തിന് അടിസ്ഥാനത്തിൽ അത് കൊടുക്കണം, അത് കൊടുക്കുകയും വേണം. അങ്ങനെയെങ്കിൽ ഈ സിക്കിമിന്റെ ഡേറ്റാസ് ഈ ഒഫീഷ്യൽ എന്ന് പറയുന്ന രീതിയിൽ സിക്കിമിന്റെ ഹാൻഡിലുകളിൽ വരുന്നതും ഒരു പക്ഷേ കപടമായിരിക്കണം, വ്യാജമായിരിക്കണം. അതിനെതിരെയും നമ്മൾ നടപടി സ്വീകരിക്കണം. തീർച്ചയായിട്ടും അത് പരിശോധിക്കാനുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ടല്ലോ. ഒരു മന്ത്രി നിയമസഭയിൽ അങ്ങനെ പച്ചയായി കള്ളം പറയുന്നത് നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അതിൽ പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത്?
ആര് പ്രചരിപ്പിക്കാൻ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇത്രയും നടുക്കടലിൽ ശ്വാസം വിട്ടുന്ന ആളുകളുടെ മുന്നിലേക്ക് ഒരു ഡേറ്റാസ് വെക്കുകയാണ്. ആ ഡേറ്റാസിൽ അതിനേക്കാൾ ഒഫീഷ്യൽ എന്ന് തോന്നുന്ന രീതിയിൽ ഹാൻഡിലുകളിൽ അവിടെ നിന്നും സിക്കിമിൽ നിന്നും മറിച്ചൊരു ഡേറ്റ അവതരിപ്പിക്കാൻ ഈ മിനിസ്റ്റർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. പകരമുള്ളത് ഇത്തരം ഡേറ്റാസ് ആണ്, ഉത്തരവ് പ്രകാരം, അവിടുത്തെ ഉത്തരവ് പ്രകാരമുള്ള ഡേറ്റ. അപ്പോൾ ആരാണ് കള്ളം പറയുന്നത്? ശ്രീ ഹർഷകുമാർ, മാധ്യമങ്ങളുടെ ആ തട്ടിപ്പിനെ സംബന്ധിച്ച് ഒരാഴ്ച മുമ്പ് നമ്മൾ കേട്ടതല്ലേ, സുരേഷ് ഗോപി JP നദ്ദയുമായി സംസാരിച്ചു. അതിനുശേഷം JP നദ്ദ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കുറിപ്പിറക്കിയെന്ന് പറഞ്ഞിട്ട് ഹിയർസേ അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഹിയർസേ അല്ല ചോദിച്ചത് അങ്ങയോട്. ഞാൻ ഈ ഒഫീഷ്യൽ ഡേറ്റയുടെ കാര്യമാണ് ചോദിച്ചത്. ഈ വരുന്ന ഒഫീഷ്യൽ ഡേറ്റാസ് അങ്ങനെയെങ്കിൽ കള്ളമായിരിക്കണം. ആ ഹിയർസയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ വ്യാജരേഖ പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഞാൻ ചോദിക്കട്ടെ ശ്രീ, അതിനുശേഷമുള്ള വിശദീകരണങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഡേറ്റാസ് വന്നിട്ട് ഇന്നും എന്താണ് ഏറ്റവും ഒടുവിലായി ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല, മറിച്ചൊന്ന്. അപ്പോൾ എന്താണ് അപ്പൊ നാട്ടുകാരെന്ത് സംശയിക്കണം? സഭയിലല്ലേ അവകാശ ലംഘന നോട്ടീസ് കൊടുത്തത്? നിയമസഭയിൽ മറുപടി പറയും. അതിനു മുമ്പ് ആരോഗ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് തെളിയിക്കാൻ ഈ അവകാശ ലംഘനം കൊടുത്തവരോ അല്ലെങ്കിൽ മറ്റു മറുഭാഗം പ്രചരിപ്പിക്കുന്നവർക്കോ എന്തെങ്കിലും തെളിവുണ്ടെ അവർ കൊണ്ടുവരട്ടെ. ആരോഗ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചിരിക്കുകയാണ് ഇപ്പോഴും. ഒരു കാര്യം ശ്രീ ഹർഷകുമാർ, ഈ കീടങ്ങളെന്ന ബാലൻസ് ഷീറ്റ് മാത്രമായിരിക്കും ഇനി ഇവർക്ക് ഈ തിരുവനന്തപുരത്ത് അവരുടെ കയ്യിൽ വെക്കാൻ കഴിയുക അല്ലേ? മറിച്ചൊന്നും അവർ പ്രതീക്ഷിക്കണ്ട. ഞങ്ങള് ലോകത്താരെയും അധിക്ഷേപിച്ച് ശീലിച്ചവരല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയണം, അങ്ങനെ പറയാനിടയായ ഒരു സാഹചര്യം എന്താ? ഈ സമരം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് എവിടാ? യഥാർത്ഥത്തിൽ നടക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണിത്. കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിലേക്ക് നടത്തേണ്ട സമരത്തിൽ അത് ചെയ്യാതെ രാഷ്ട്രീയമായി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ അധിക്ഷേപിക്കാൻ ഈ BJPയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന മുരളീധരനെ സമരപത്രി കൊണ്ട് കയറ്റി, സുരേഷ് ഗോപിയെ കൊണ്ട് കയറ്റി അവർക്ക് കൈയടിച്ചു കൊടുക്കുന്ന എവരെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഞാനതിനകത്ത് ഓർത്തിരിക്കുക. എന്റെ ശ്രീ ഹർഷകുമാർ, നിങ്ങളൊക്കെ ഈ സമരത്താൽ സ്ഫുടം ചെയ്തെടുത്ത പാർട്ടിയും നേതാക്കളും എന്നൊക്കെയല്ലേ അവകാശപ്പെടുന്നത്? ഒരു സമരത്തിൽ ആരും പിന്തുണയുമായിട്ട് ഒരു പക്ഷേ വരും. അവിടുത്തെയുള്ള പൊള്ള സുരേഷ് ഗോപി ആണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊള്ളത്തരം അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കണം ആ വേദിയിലുള്ളത്. അത് അവരുടെ കർത്തവ്യം. പക്ഷേ കോൺഗ്രസ് ഒരു സമരത്തിനുമായി വന്നെന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റെന്തെങ്കിലും അജണ്ടയാണോ? അവർക്കല്ലെങ്കിൽ അവർ സർക്കാരിനെതിരെ തിരിയുന്നു എന്നൊക്കെ പറയാൻ കഴിയുമോ? ഏതെല്ലാം സമരത്തിന് ആരുടെയെല്ലാം പിന്തുണ ജനാധിപത്യപരമായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള, കാരണം ഇതൊരു മാവോയിസ്റ്റ് സംഘടനകളൊന്നും അല്ലല്ലോ വന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികളൊന്നും അല്ലല്ലോ പിന്തുണ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമരം എന്ന് മുതലാണ് ഈ കുറച്ചിലായി കാണുന്നത്? ഞങ്ങൾ സമരത്തെ കുറച്ചിലായിട്ട് കണ്ടിട്ടില്ല ഇന്നുവരെയും. പക്ഷെ ഞങ്ങൾ സമരം ചെയ്യുമ്പോ സമരത്തിന്റെ കാരണക്കാരുടെ ആളുകൾ ഈ സമരത്തിനകത്ത് വന്ന് കയറി ഞങ്ങളെ കൂടെ വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ അപ്പൊ തള്ളി പറയാറുണ്ട് ഞങ്ങൾ. പക്ഷെ ഇവിടെ യഥാർത്ഥ വിഷയത്തെ മറച്ചു വെച്ച് ഈ കേന്ദ്രം ഭരിക്കുന്നവർക്ക് വേണ്ടി സമരത്തെ വഴിതിരിച്ചു വിടുന്ന ഈ സമരസമിതിക്കാരോടാണ് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. കഷ്ടമാണ് ശ്രീ ഹർഷകുമാർ. 232 രൂപ കിട്ടുന്നവരുടെ സമരത്തെ ഇങ്ങനെ പുച്ഛിക്കല്ലേ നിങ്ങൾ? ഈ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഒന്നും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ അവരെ പുച്ഛിക്കാതിരിക്കുക, അവഹേളിക്കാതിരിക്കുക, ഓക്കെ അവരോട് പറയുക. ഇങ്ങനെ എന്താ പറയാ, അവർ നടത്തുന്ന സമരത്തെ ഒരു ചർച്ചയ്ക്കെങ്കിലും വിളിച്ചുകൊണ്ട്, ഒരു ചർച്ചയ്ക്കെങ്കിലുമുള്ള ഒരു സമവായി. ഇത്രയും ദിവസമായില്ല, 30-ാം ദിവസമാണ്. തിരുവനന്തപുരത്ത് നമുക്കൊക്കെ തന്നെ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചൂട് അനുഭവിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ 30 ദിവസം ആ സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കുന്നവരടുത്ത് എന്തെങ്കിലും ഒരു തരുമ്പെങ്കിലും ഒരു അനുകമ്പ എനിക്ക് പറയാൻ നിങ്ങൾ ഇതുവരെ അവസരം തരുന്നില്ല. അവർക്ക് വേണ്ടി ചില വാദഗതികൾ തയ്യാറാക്കി വെച്ചിട്ട് നിങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം കൂടെ നിങ്ങൾ കയറി പറയുക. പറഞ്ഞോളൂ ഹർഷകുമാർ. ഞാൻ ചോദിച്ചത് ഈ സമരത്തിന്റെ കേരളത്തിലെ 19 MP-മാർ, ഈ 19 കെ രാധാകൃഷ്ണൻ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചല്ലോ. നിങ്ങൾ ആരെങ്കിലും കൊടുത്തോ? അത് കേരളത്തിലെ ഒരു ചാനൽ, ഒരു മാധ്യമം അത് കൊടുത്തോ? ദേശാഭിമാനി പത്രമല്ലാതെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ആ ഫയൽ വേണമെങ്കിലും അന്ന് പാർലമെന്റിലടക്കം കാര്യങ്ങൾ പറഞ്ഞതിന്റെയും എല്ലാ കാര്യങ്ങളുടെയും ബൈറ്റുകളുണ്ട്. ഇന്നിപ്പോൾ VK ശ്രീകണ്ഠൻ MP അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, മുകളിൽ കരിവാരിത്തേക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കുന്ന ആളുകളാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. എന്ത് അജണ്ടയാണ് ഈ പാവങ്ങൾ കുറച്ച് ആളുകൾ അവിടെ 232 രൂപ കയ്യിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് പ്രത്യേക അജണ്ടയാണുള്ളത്? അതൊക്കെ പറയാൻ ലജ്ജ, ഉളുപ്പ് വേണ്ടേ നേതാവ്? ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. അങ്ങ് തുടരുക ശ്രീ ഹർഷകുമാർ. ശ്രീ VK ശ്രീകണ്ഠൻ MP, എന്തെങ്കിലും പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണോ മാധ്യമങ്ങൾ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത്? കാരണം 232 രൂപ
കിട്ടുക? അതറിയാം, അങ്ങേക്കും അറിയാമല്ലോ. 232 രൂപ എങ്ങനെ ഭാഗിച്ചാൽ ഏതൊക്കെ രീതിയിൽ കയ്യിൽ വയ്ക്കാൻ കഴിയും, കുടുംബത്തെ പോറ്റാൻ കഴിയും, മരുന്ന് വാങ്ങിക്കാൻ കഴിയുമെന്നറിയാം. അപ്പോൾ പ്രത്യേക അജണ്ട പ്രകാരമാണോ ഈ സംസാരിക്കുന്നതും ഇന്നിപ്പോൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം നൽകുന്നവരെ എത്തുന്നവരെ കുറിച്ചൊക്കെ ഇവർ പറയുന്നത്? ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ UDFൻ്റെ MP-മാർ ഈ ആശാ വർക്കർമാരുടെ കാര്യം സമരം തുടങ്ങുന്നതിനും എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിഞ്ഞ ടേമിൽ അങ്കണവാടി വർക്കേഴ്സിന് വേണ്ടി, ആശാ വർക്കേഴ്സിന് വേണ്ടി, EPF പെൻഷൻകാർക്ക് വേണ്ടി എത്ര തവണ പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നെ പോലെ UDF MP-മാർ എത്ര ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും ദുർബലരായ താഴെ കിടക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടി കേരളത്തിലെ UDFൻ്റെ MP-മാർ ഏതൊക്കെ MP-മാർ എപ്പോഴൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിച്ചു, മന്ത്രിമാരെ കണ്ടു, ആവശ്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് പരിശോധിക്കാൻ പ്രിയപ്പെട്ട CIT നേതാവ് തയ്യാറാകണം. രണ്ടാമത്തത്, കൊണ്ടുവന്ന UPA സർക്കാരിനെയാണ് ഇവരിപ്പോൾ വിമർശിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോഴും വിമർശിച്ചവരാണ്, ആശാ വർക്കർമാരെ വെച്ചപ്പോൾ വിമർശിച്ചവരാണ്, അങ്കണവാടി വർക്കേഴ്സിനെ വെച്ചപ്പോൾ വിമർശിച്ചവരാണ്. അവരുടെയൊക്കെ യൂണിയൻ ഉണ്ടാക്കി സമരമുഖത്ത് കേന്ദ്ര ഗവൺമെൻറ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരുപാട് ആവേശപ്പെട്ട് പ്രസംഗിച്ചവരാണ്. CITയുടെ സംസ്ഥാന സെക്രട്ടറി എളമരം കരീം പറഞ്ഞത് എത്ര രൂപ വേണമെന്നാണ് CITയുടെ ആശാ വർക്കർമാർക്ക് വേണ്ടി ആവശ്യപ്പെട്ടത്. അത് കരീം ആവശ്യപ്പെട്ടത് CITയുടെ ആശാ വർക്കർമാർക്ക് വേണ്ടിയാണോ? ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയല്ലേ? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CIT ഒന്നോ INTC ഒന്നോ BMS ഒന്നോ മറ്റ് STU ഒന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആശാ വർക്കർമാരുടെയും ഇപ്പോഴത്തെ ദയനീയമായ സ്ഥിതി വെച്ച് അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ CITയുടെ നേതാവ് പാർട്ടിക്ക് വേണ്ടി, ഭരണത്തിന് വേണ്ടി ന്യായീകരിച്ച് നാണം കെട്ട ഒരവസ്ഥയിലായിത്തീർന്നിരിക്കുക. പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട്. മന്ത്രിയുടെ ഈ പ്രസംഗവും നിയമസഭയിലെ അവതരണം ഒക്കെ ജനങ്ങൾ അതായത് സുരേഷ് ഗോപി വന്ന് അവിടെ ഡാൻസ് കളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് ഇവിടെ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട്, അവരുടെയൊക്കെ തന്നെ ശ്രദ്ധയിൽ വിഷയം വരണം. അപ്പോൾ രണ്ടിടത്ത് നിന്നും രണ്ട് അനീതി നമുക്ക് തുറന്നു കാട്ടണം. ആ രീതിയിലുള്ള ഒരു ഇടപെടൽ അതാണ് പ്രതിപക്ഷ MP-മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകുമോ? ഈ വേദിയിൽ അങ്ങ് അത് തുറന്നു പറയണം. ഫോളോ അപ്പ് ആണ് ഇവർക്ക് വേണ്ടത്. ഫോളോ അപ്പിനേക്കാൾ ഉപരി നടപടി നമുക്ക് ചോദിച്ച് വാങ്ങിയെടുക്കണം. ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, ഞങ്ങളുടെ INTUCക്ക് അങ്കണവാടി വർക്കർമാരുടെ, ആശാ വർക്കർമാരുടെ സംഘടന ഉണ്ട്. ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സമരമല്ല, എല്ലാവരും ഉൾപ്പെടുന്ന സമരമാണ് നടക്കുന്നത്. ഞങ്ങളിതൊരു പൊതു വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. സ്റ്റേറ്റിൻ്റെ മാത്രമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആശാ വർക്കർമാർ. തീർച്ചയായിട്ടും ആ ആശാ വർക്കർമാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, അവരെ സ്ഥിരമാക്കാൻ ശക്തമായിട്ട് തന്നെ പോരാടും. അത് കേന്ദ്രമെന്നോ സംസ്ഥാനമെന്നോ ആര് ഭരിക്കുന്നെന്നോ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ന്യായമായ ആവശ്യം ആരുന്നയിക്കുകയാണെങ്കിലും അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അതിനുവേണ്ടി വാദിക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതികളായ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ഉത്തരവാദിത്വം 100% ആത്മാർത്ഥമായി നിർവഹിക്കും. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ VK ശ്രീകണ്ഠൻ MP ഇത്രയും സമയം നമ്മോട് ചിലവഴിച്ചതിന്. അവസാനമായി മിനി, ഇനിയിപ്പോൾ സമരത്തിൻ്റെ രീതി എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നാളെ 30 ദിവസമാണ്, ഒരു മാസം പിന്നിടുകയാണ്. സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. എന്താണെങ്കിലും ഈ 232 രൂപ കൊണ്ട് ഇവിടെ ഒരാൾക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല, കേരളത്തിൽ പ്രത്യേകിച്ചും ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ജനപക്ഷത്ത് നിൽക്കേണ്ടുന്ന ആളുകളാണ് ഇപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നത്. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി, തെറ്റുകൾ മനസ്സിലാക്കി അവർ പരിഹരിക്കാനുള്ള നടപടി എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരം വിജയിച്ചല്ലാതെ മടങ്ങിപ്പോകാൻ പറ്റില്ല. അത് വിജയിച്ച് മാത്രമേ മടങ്ങിപ്പോകുള്ളൂ. അതുതന്നെയാണ് തീരുമാനം. തീർച്ചയായും ഹർഷകുമാറിലേക്ക് കൂടി അവസാനമായി പോകുന്നു. ശ്രീ ഹർഷകുമാർ, എന്തായാലും ഒരു ചർച്ച ഉണ്ടാകണം. ആ ചർച്ചയ്ക്കുള്ള വഴി തെളിയണം. അത് ഏത് രീതിയിലുള്ള അനീതിയാണെങ്കിലും നമുക്കൊരു ചർച്ച, ഒരു സമവായമാണല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് എന്തുകൊണ്ട് ഇതുവരെയും തുനിയുന്നില്ല? ഇനിയെങ്കിലും തുനിയേണ്ടതല്ലേ? അവസാനമായി ഇന്നലെ സമാപിച്ച CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ആരാധനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, എല്ലാ തൊഴിലാളി സമരങ്ങളോടും ഈ സർക്കാരിന് ആനുകൂല്യമാണ്, അനുഭാവമാണ്. അത് എല്ലാ സമരങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കും. പക്ഷേ ഈ അവർ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഇവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കൂട്ടിക്കൊടുക്കണമെന്ന് കേരളത്തിൽ ആദ്യം മുദ്രാവാക്യം ഉന്നയിച്ചത് CIT ആണ്. അപ്പോൾ ഈ സമരം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത് തന്നെയാണ് CIT-ന്റെ ഈ സമരം എന്ന് പറഞ്ഞാൽ ശ്രീമതി മിനിയുടെ നേതൃത്വം നടക്കുന്ന സമരമൊന്നുമില്ല. ആശാ വർക്കേഴ്സിന്റെ ഈ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്ന് തന്നെയാണ്
CITUവിന്റെ അഭിപ്രായം അത് നേരത്തെ CITU സമരരംഗത്ത് വന്നപ്പോൾ തന്നെ എളമരം കരീം എന്ന് പറഞ്ഞ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്കാര്യം വളരെ ക്ലിയർ കട്ടായിട്ട് ഉന്നയിച്ചതാണ്. അത് പരിഹരിച്ചു തന്നെ പോകും. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുള്ള കളികളെ മാത്രം തുറന്നു കാണിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ ഈ പ്രശ്നത്തിന്റെ മെറിറ്റിൽ ഞങ്ങൾ 100% കേരളത്തിലെ ആശാ വർക്കർമാരോടൊപ്പമാണ് നിൽക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ശ്രീ VK ശ്രീകണ്ഠൻ, അദ്ദേഹം ആരാധ്യനായ മനുഷ്യനാണ്, അദ്ദേഹത്തിനിടയ്ക്ക് പറഞ്ഞു ശ്രീ ഹർഷകുമാർ ഈ സർക്കാരിനെ ന്യായീകരിച്ച് തേഞ്ഞു പോകുമെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ വിഴുപ്പ് ഭാണ്ഡങ്ങളെല്ലാം ചുമന്ന് നടന്ന് അതിന്റെ ഗതികേട് അനുഭവിച്ചവരാണ് രണ്ടാമത് തവണയും കേരളത്തിലെ ജനങ്ങൾ തൊഴിലാളി താല്പര്യം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ രണ്ടാം വരവ് കേരളത്തിലെ ഈ ഞങ്ങളെ അധിക്ഷേപിച്ച മുഴുവൻ ആളുകൾക്കുള്ള മറുപടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്തൊരു ആക്ഷേപവും ഇല്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ഹർഷകുമാർ. VK ശ്രീകണ്ഠൻ MP, ഒപ്പം സമരസമിതി നേതാവ് S മിനി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തിട്ട് നാളെയാണ് 30 ദിവസം തികയാണ്. ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ കോൺഗ്രസ് MPമാർ ശക്തിയുക്തം ഉന്നയിച്ചു. ഒപ്പം സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൂടി, ഇരു സർക്കാരിൻ്റെയും ശ്രദ്ധയിലേക്ക് കൂടി ഉൾപ്പെടുത്തുകയാണ് MPമാരുടെ ഭാഗത്തു നിന്നും ശ്രമമായി ഉണ്ടായത്.